ഹലോ, വെൽക്കം ടു ജിനീസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ ഒരു ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടല്ല വന്നേക്കുന്നത്, മറിച്ച് എൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിലുള്ള ഒരു ചെറിയ പച്ചക്കറി തോട്ടമാണ്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഇത്രയും സ്ഥലമേ ഉള്ളൂ എൻ്റെ ബാക്ക് യാർഡിൽ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് കോവലാണ്. ഇതിൻ്റെ അകത്തു നിന്ന് ഒരുപാട് കോവയ്ക്ക കിട്ടിയായിരുന്നു. ഞാൻ ഇന്നും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അവിടെ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് എൻ്റെ കോവൽ. ഇതിൻ്റെ അകത്ത് തന്നെ നാരകവുമുണ്ട്. നമ്മുടെ നാട്ടിലെ നാരങ്ങയുടെ നാരകമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കരിവേപ്പാണ് ഇവിടെ നിൽക്കുന്നത്. താഴ്ന്നുകൊണ്ട് ഒന്നും കൂടെ ഞാൻ ബാക്കിൽ നിന്നിട്ട് കാണിക്കാൻ പുറകിൽ. ഇതാണ് എൻ്റെ കരിവേപ്പ്. ഇതിൻ്റെ ചുവട്ടിലെല്ലാം ധാരാളം കുഞ്ഞു കരിവേപ്പും തൈകളുമുണ്ട്. ഇതാണ് വഴുതനങ്ങയുടെ ചെടി. ഇത് പർപ്പിൾ വഴുതനയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഏറെ വഴുതനങ്ങ കിട്ടിയിരുന്നു. പിന്നെ സ്ഥലം ഇല്ലാഞ്ഞത് കാരണം ചട്ടിക്കകത്ത് സൈഡിൽ വെണ്ട വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഉള്ള വെണ്ടയ്ക്കാകളാണ്. ഒരു കറിക്കുള്ളത് നമുക്ക് കിട്ടും ഇതിൻ്റെ അകത്തുനിന്നും. പിന്നെ പാവൽ, മുരിങ്ങയ്ക്ക എനിക്ക് നല്ലതായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായി. ഈ പ്രാവശ്യം കുറവാണ്. കാലാവസ്ഥയുടെ ആയിരിക്കും. അപ്പം ഇതാണ് എൻ്റെ മുരിങ്ങ തൈ. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പാവലും കയറി പോയിട്ടുണ്ട്. പിന്നെ മുളകുണ്ട്, പാവയ്ക്ക കിടപ്പുണ്ടല്ലോ ഇവിടെ, ചീര, ചെറിയ തക്കാളി, മുരിങ്ങയ്ക്ക ചെറുത് ഒക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ചെറിയതായിട്ട് മുളക്, കരിവേപ്പാണിത്. ഇവിടെ കൂടുതലും എനിക്കുള്ളത് കരിവേപ്പാണ്. പിന്നെ ഒരു ചെറിയ തുളസി, മിൻ്റുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒരു മാവും വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലെ ചട്ടിക്കകത്തൊക്കെ പയറും പാവൽ. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഞാവൽ പഴത്തിൻ്റെ ഒരു ചെറിയ തൈയാണ്. പാവയ്ക്കൊക്കെ ഇതിലിങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. വെള്ളപ്പാവയ്ക്കായും പച്ച കളറിലുള്ള ഡാർക്ക് കളറിലുള്ള പാവയ്ക്കായും ഉണ്ട്. കണ്ടോ, ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഒരു ചെറിയ മുന്തിരിയുടെ തൈയുണ്ട്. ഇത് വാഴ ഞങ്ങളുടെ ബാക്ക് യാർഡിലുള്ള വീടിൻ്റെ വാഴയാണ്. നമുക്കും ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ അതിനകത്തൊന്ന് പറിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ ബാക്ക് യാർഡിലായിട്ട് കുറേ നാരകം നിൽപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇനിയും നിങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കാം. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് യാർഡിലാണ്. ഇവിടെ ഒരു ആപ്പിളുണ്ട്. ഇവിടെ വഴുതനങ്ങ, പച്ച കളറിലത്തെ വഴുതനങ്ങ അതായി ഇവിടെ നിൽപ്പുണ്ട്. ഒരുപാടുണ്ടായിരുന്നു. ഞാനത് കുറച്ച് വെട്ടിക്കളഞ്ഞപ്പം ഇത് നന്നായിട്ട് കിളിച്ച് വന്നു. വലിയ കായായിട്ട് വന്നിട്ടുണ്ട്. പനിക്കൂർക്ക. പിന്നെ ചട്ടിക്കകത്ത് ഞാനൊരു വെള്ളരിക്ക വെച്ചിട്ടുണ്ട്, അതാണ്. പിന്നെ ഇതാ കരിമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. പയർ
ഇതിങ്ങനെ ഫ്രണ്ട് യാർഡിലുള്ള ഗേറ്റിൽ ഇങ്ങനെ പടർത്തി വിട്ടേക്കുവാണ്. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലെ മുല്ല, ജാസ്മിൻ അതിവിടെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ റോസപ്പൂ, ഒത്തിരി റോസ ഉണ്ടായിരുന്നു, കുറച്ച് കണ്ടിച്ച് കളഞ്ഞു. പിന്നെ അതുപോലെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് യാർഡിൽ നിൽക്കുന്ന മാവാണിത്. ഇപ്രാവശ്യം മാങ്ങയൊന്നുമില്ല. ഇത് മഞ്ഞളാണ്. കുറച്ച് മഞ്ഞൾ ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പറിക്കാറായിട്ടുണ്ട് ഇപ്രാവശ്യം. അതുപോലെ തന്നെ ഇത് എൻ്റെ ഫ്രണ്ടിൽ യാർഡിൻ്റെ അവിടെ നിൽക്കുന്ന ആപ്പിൾ ട്രീ ആണ്. അപ്പുറത്തെ സൈഡിൽ വേറൊരു ആപ്പിൾ ട്രീ ഉണ്ട്. പിന്നെ ഇതിവിടെ വേറൊരെണ്ണം നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് തക്കാളി, ഒരു തക്കാളി ഇലയാണ് ഇത്രയും തക്കാളിക്ക. അപ്പം എൻ്റെ ഫ്രണ്ട് യാർഡിലുള്ള കൃഷി ഇത്രയേ ഉള്ളൂ. മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, അതിൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. സോ അതപ്പം ഇത്രയാണ് എൻ്റെ കൃഷി. ഇനി ഞാൻ പറിച്ച് വെച്ചിരുന്ന കൃഷികളെല്ലാം കാണിക്കാം, പച്ചക്കറിയെല്ലാം കാണിക്കാം. ഇതാണ് ഞാൻ വെളിയിൽ നിന്ന് പറിച്ചെടുത്തിരുന്ന പച്ചക്കറികളെല്ലാം. ഇതാ മുരിങ്ങയ്ക്ക, ഇത് നല്ല നീളം വെക്കുന്ന മുരിങ്ങയ്ക്കയാണ്, കണ്ടോ? ഇതാണ് എൻ്റെ ബാക്ക് യാർഡിലുള്ള മുരിങ്ങയ്ക്ക. ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്ന വഴുതനങ്ങ, പച്ച കളറിലെ കോവയ്ക്ക ഉണ്ടായിരുന്നു, തക്കാളി, മുളക്, പർപ്പിൾ വഴുതനങ്ങ, പാവയ്ക്ക, പയർ, വെണ്ടയ്ക്ക. ഇത്രയും സാധനമാണ് ഞാൻ എൻ്റെ ബാക്ക് യാർഡിൽ നിന്നും പറിച്ചെടുത്തിരുന്നത്. ഈ കൃഷിത്തോട്ടത്തിലെ സാധനങ്ങളെല്ലാം, പച്ചക്കറികളെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നത്. അപ്പം നിങ്ങളോട് എൻ്റെ ആ സന്തോഷം ഒന്ന് പങ്കുവച്ചതാണ്. അപ്പം താങ്ക് യു എല്ലാവർക്കും. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.